നമസ്കാരം. ഇന്ന് ഞാനാണ് തുറക്കെടുക്കുന്നത്. കോഴിയുണ്ട് വരുത്തി. ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഒന്ന് രാത്രി കറങ്ങാനായിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് കറങ്ങി അടിച്ച് രാത്രി തിരിച്ചു വരണം. ഇനി എനിക്കൊരു കാര്യം പറയണ്ടേ. ഞാൻ കൊറോണ സമയത്ത്, അതായത് മോനുണ്ടായി ചെറുതില്ല, കൊറോണയ്ക്കൊക്കെ മുന്നെയാണ്. അപ്പം മോനുണ്ടായപ്പോൾ വീട്ടിലിരിപ്പാണ്, പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ വിനുവിനോട് പറഞ്ഞു, വിനു എനിക്കൊരു ചാനൽ തുടങ്ങി തരുമോ, എനിക്കൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു, വേറെ പണിയില്ല ലിപിക്ക്, തുടങ്ങി ഇനി അടുത്തേന്ന്. അതിന് നാണമില്ലേ ഹൂവേ ഇപ്പോൾ ആയി ഹലോയും പറയാൻ. രസമല്ലേ? അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ എനിക്ക് ആകെ 200 ചില സബ്സ്ക്രൈബർ. അന്ന് എത്ര വർഷങ്ങൾക്ക് മുന്നേ, അന്ന് ചിലവർ മാത്രമേ കുക്കിങ്ങിന്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അത് ഫോളോ ചെയ്തിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കും. സോ ആ സമയത്ത് ഞാൻ പറഞ്ഞ, എന്നിട്ട് വിനുവിനോട് പറഞ്ഞിട്ട് അത് പാളിപ്പോയി. പിന്നെ ഞാൻ എന്നിട്ട് ഈ ആശയം ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് അഖിൽ എന്ന് പറയും, അവൻ സൗദിയിലാണ്. അപ്പം ഞാൻ അവനോട് വിളിക്കും. അവനാണ് ആ സമയത്തേക്ക് എന്ന് രാവിലെ എനിക്ക് വിനുവിനെക്കാട്ടും മുന്നേ വിളിക്കുന്നത് അവനായിരിക്കും. അപ്പം ഞാൻ പറയടാ, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുക്കിംഗ് ബ്ലോഗ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മലയാളപ്പുഴ, എൻ്റെ അച്ഛൻ്റെ നാട് മലയാളപ്പുഴ, അവൻ മലയാളപ്പുഴ. നമുക്ക് മലയാളപ്പുഴ അവിടെ ഒരു ഒഴക്കുഴി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്, വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ പോയെന്ന് വേണോടാ നമ്മൾ ബ്ലോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അവൻ സൗദിയിലും ആയിപ്പോയി, ഞാൻ ദുബായിലും ആയിപ്പോയി. എന്നിട്ട് ഇപ്പം ഇത് ഞാൻ ചാനൽ തുടങ്ങാൻ ആരുമില്ല. ഞാൻ ചുമ്മാ ഒരു കിറുക്കിനൊറ്റ തുടക്കം തുടങ്ങി. ഞാൻ തന്നെ എൻ്റെ വീഡിയോ കാണും. എന്നിട്ട് എനിക്കൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല. സലൂണിലോട്ട് രാവിലെ എണ്ണിച്ച് വരും, പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ലൈറ്റിങ് ഒന്നും ശരിയില്ല. ഞാൻ ഒരു ദിവസം ചെയ്യുന്ന ഇങ്ങനെ ഇരുൾച്ച് വരുന്നേ, അപ്പം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുക്കിംഗ് ബ്ലോഗ് വയ്ക്കും. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സലൂണൊന്നും തുടങ്ങണമെന്ന് എൻ്റെ ലിസ്റ്റിലേ ഇല്ല. എനിക്ക് എപ്പോഴും, ഞാൻ പണ്ട് എപ്പോഴും പറയുന്നതാണ്, എന്ത് തുടങ്ങണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, റെസ്റ്റോറൻറ്റ്. അതെ, മീൻസ് വലിയ അങ്ങനല്ല, ഈ നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ, കപ്പ, മീൻകറിയും, കഞ്ഞി, പുഴുക്ക്, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു നോർമൽ, പക്ഷേ നല്ല ഹൈജീൻ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. അത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അതുപോലെ നമ്മുടെ വീട്ടിലാണെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഞാൻ നല്ല കപ്പുകൾ, ഗ്ലാസ്, പ്ലേറ്റ്, അതൊക്കെ ഞാൻ എപ്പോഴും കളക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ പിന്നെ കച്ചറ സാധനത്തിനകത്ത് കുടിക്കും, അത് വേറെ കാര്യം. അത് പക്ഷെ ഞാനൊരു 3-4 വർഷത്തിന് മുമ്പ് 3-4 വർഷം ഒരു ആപ്പൻ്റെ അപ്പോൾ ഒരു 9 years ബാക്ക് ഞാൻ ആ ഒരു ഡിസിഷൻ മാറ്റി. എന്ത് സാധനം വാങ്ങിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുക, ആ ഒരു ഇതിലാണ് ഞാനിപ്പം. അങ്ങനെ ഗസ്റ്റിന് വേണ്ടി എടുത്ത് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമെല്ലാം മാറ്റി. പണ്ടങ്ങനെയല്ല, നമ്മൾ നല്ല സാധനം എടുത്തങ്ങ് മാറ്റി വെക്കും, ഉപയോഗിച്ചത് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ ആ പരിപാടിയില്ല. ഞാൻ ചിന്തിക്കുന്നത്, നാളെ രാവിലെ ഞാൻ എണ്ണിച്ചില്ലെങ്കിൽ എല്ലാം ചെയ്യും, അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നത് നമ്മളങ്ങോട്ട് ഉപയോഗിക്കുക, അത്ര തന്നെ. ആ പോളിസിയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ നാട്ടിൽ ചെന്നാൽ ഞാൻ നല്ല കുക്കിംഗ് ബ്ലോഗ് കാണാമേ. എൻ്റെ കുക്കിംഗ് ബ്ലോഗ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, തനി നമ്മുടെ നടന്നു വന്നിട്ട് മലബാർ റെസ്റ്റോറൻറ്റിലൂടെ, അതായത് നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ ആറുണ്ട്. ഇവിടെ നല്ല എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ചിക്കൻ ഫ്രൈ, മറ്റേ പൊടിയൊക്കെ ഉള്ള, അതായത് തട്ടുകട ചിക്കൻ ഫ്രൈ, അതിവിടെ കിട്ടും. ഞാൻ ഇന്നാളെ വേറൊരു റെസ്റ്റോറൻറ്റ് ചെന്ന് വെച്ചപ്പോൾ അതിലായിരുന്നു തീവുകളുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു. ബിനു ഇരുന്ന അൽഫാമില്ല, അൽഫാമില്ല ഇവിടെ. എനിക്കത് മതി, പൊടിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, തട്ടുകട ചിക്കൻ ഫ്രൈ 2 പീസ് പറഞ്ഞു. പിന്നെ കപ്പ വിത്ത് ബീഫ് കോംബോ പറഞ്ഞു. പിന്നെ 2 പൊറോട്ട പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞിട്ട് പിന്നെ വരട്ടെ. ബിനു അൽഫാമുണ്ട്, പക്ഷേ അൽഫാമില്ല ഇവിടെ. ഞങ്ങൾ കപ്പ ബീഫ് കോംബോ പറഞ്ഞു. പിന്നെ തട്ടുകട ചിക്കൻ ഫ്രൈ, അതാണ് ഞാൻ ഇവിടെ വന്നത്. അത് പറഞ്ഞു 2 പീസ്. 2 പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് വന്നാൽ നമുക്ക് ചട്ടിച്ചോറൊക്കെ കിട്ടും, നല്ല ടേസ്റ്റ്. പിന്നെ പണ്ട് ഇവിടെ സ്റ്റാർട്ടറായിട്ട് ഇവർ തന്നെ കപ്പ പുഴുങ്ങിയതും, പ്ലെയിനായിട്ട് കപ്പ പുഴുങ്ങിയതും, പിന്നെ ഒരു ചുമന്ന ചട്നിയും കൂടി തരുന്ന ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പിന്നെയും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, നോയമ്പായതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും അവർ. സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ കൊണ്ടുതന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കപ്പ് പ്ലെയിനായിട്ട് പുഴുങ്ങിയതും മറ്റേ ചമ്മന്തി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ചമ്മന്തി പണ്ട് നമ്മൾ കല്ല് വെച്ച് അരയ്ക്കുന്ന
ടേസ്റ്റ് ഉണ്ട്. അത് തന്നെ ചുട്ടടിക്കുന്നതാണ്. ഇനി ഇവരും ചൂടാനും കൂടെ ഓപ്ഷൻ ഇല്ല. എന്നിട്ട് എനിക്കൊന്നും തീ പൊള്ളിച്ചെടുക്കുന്നതാണെന്ന് തോന്നുന്നു. അത് ആ ചമ്മന്തിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വരുന്നു. പിന്നെ ഇത് തന്നിട്ടുണ്ട് സൂപ്പ്. അത് പിന്നെ ഇവിടെ എല്ലായിടത്തും സൂപ്പ് തരും. എൻ്റെ ഇവിടെ മാത്രമേ. ആ പ്ലേറ്റിൽ അവരുടെ പേര് എഴുതിയേക്കുന്നത്. ഇത് ഇവിടെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊള്ളയില്ലേ? ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതെന്താ? ഇത് ഗ്രേവി അല്ലേ? തട്ടുകട ചിക്കൻ ഫ്രൈ ആൻഡ് കപ്പ. അവർ ബീഫ് എടുത്തില്ല, പൊറോട്ട ഒന്ന്. അപ്പോഴത്തെ ആൾക്കാർ വന്ന് തുടങ്ങി പിന്നെ വീട് കൊടുക്കുന്നത് ആവശ്യപ്പെട്ടുണ്ട്. മറ്റേ ചിക്കൻ ഫ്രൈ എരിവുണ്ടാവും, പക്ഷെ ടേസ്റ്റുണ്ട്. മറ്റേ ശരിക്കും നമ്മൾ ഇവിടെ പോയി കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ ആ ശീമാട്ടിയുടെ ഇവിടെ പണ്ടൊരു തട്ടുകടയില്ലായിരുന്നു, സെയിം ആ ടേസ്റ്റ്. അവരുടെ നല്ല ടേസ്റ്റുണ്ട്. ബീഫിനൊരു പൊടിക്കരിവ് കൂടെ ആയിരുന്നു കപ്പയുടെ കൂടെ. ഇത് ശരിക്കും എരിവ് കുറവാണ് ബീഫിന്, പക്ഷെ ചിക്കൻ എരിവുണ്ട്. മുളക് ചതച്ചത് നല്ല ഇട്ടിട്ടുണ്ട്. ഇപ്പം ആ ശീമാട്ടിയുടെ അടുത്ത് തട്ടുകടയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അരൂരിൽ നിന്ന് അവിടെ പോകുമായിരുന്നു. എൻ്റെ ചേച്ചി പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. ഭയങ്കര ടേസ്റ്റ് അവിടുത്തെ ചിക്കൻ ഫ്രൈ. വലിയൊരു പീസ്, അതായത് ഒരു ചിക്കനെ നാലായിട്ട് അവർ മുറിക്കത്തുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. അയ്യോ, അവിടെ എന്ത് പാഴ്സൽ പോകാനും വലിയ ഓടി കാറിലൊക്കെ ആയിരുന്നു ആൾക്കാർ വന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 12 മണി 1 മണിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ അവർ കൊറോണ വന്നേ പിന്നാണ് അവർ കാണാത്തവിടെ. ഒരു അങ്കിളും ആൻറ്റിയായിരുന്നു, പിന്നെ അവർ ഹെൽപ്പ് ചെയ്യാനൊരു തമിഴ് ഒരു പയ്യനുമായിരുന്നു. അതും ഇല്ല. ഞണ്ടുണ്ട് ഇവിടെ. എനിക്ക് ഞണ്ട് ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല. എൻ്റെ വീട്ടിൽ അമ്മ, ചേച്ചിയുടെ മോള്, വിനോദിൻ്റെ അമ്മ, ഇവർക്കൊക്കെ ഞണ്ട് ഭയങ്കര. ഞാനും വിനോദം കഴിക്കാറില്ല, മോനും കഴിക്കാറില്ല. വിനു പൊറോട്ട കഴിക്കുന്നു, ഞാൻ കപ്പ, ബീഫ്, ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ എടുത്ത് കുഴച്ചടിച്ച് പിന്നെ ബീഫിന് എരിവ് ഇച്ചിരി കൂടെ വേണമായിരുന്നല്ലേ? ചിക്കന് ഒരു പീസ് കൂടെ വേണപ്പാ. ഇനി എന്തെങ്കിലും ഡെസേർട്ട് എന്തെങ്കിലും വേണോ? ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കാര്യമായിട്ട് എൻ്റെ വയറൊന്നും ഞാൻ ലിമിറ്റ് ചെയ്ത് എല്ലാം കഴിക്കുള്ളൂ. ആ പാത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് നടക്കുമോ? ഈ തിന്നതൊക്കെ നമുക്കൊന്ന് ദഹിപ്പിക്കണം. ഇനി അങ്ങോട്ട് നടക്കും. ഇനി തിന്ന് ക്ഷീണിച്ചു. 2 പൊറോട്ട, 2 ചിക്കൻ പീസ് പ്ലസ് കപ്പ, കുറച്ച് കപ്പ. അതിനാകെ അത് കുറച്ച് 2 പൊറോട്ട, ചെറിയ പൊറോട്ട, 2 ചിക്കൻ പീസ്, ചെറിയ ചിക്കൻ പീസ്, ഇച്ചിരി കപ്പ. പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പുറത്ത് ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡെസേർട്ട് പോലെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എല്ലാവരും നോയമ്പൊക്കെ എടുക്കുമ്പം സ്ലിം ആവും. ഞാൻ നോയമ്പ് എടുക്കുമ്പോൾ സ്ലിം ആവത്തൊന്നുമില്ല, വണ്ണം വെക്കത്തുമില്ല. പക്ഷേ ഞാൻ ഈ നോയമ്പിലാണ് ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഞാൻ 20 hours ഫാസ്റ്റിംഗ് വരും. കാരണം ഞാൻ വെളുപ്പിനെ എണ്ണിച്ചൊന്നും കഴിക്കാറില്ല. വെളുപ്പിനെ ഞാൻ ബാങ്ക് കുളിക്കുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം കുടിക്കും. സോ അത്രയേ ഉള്ളൂ. വേറെ അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 20 hours കിട്ടും കറക്റ്റായിട്ട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നോയമ്പ് ഈവനിങ് തൊട്ടൊരു 10-11 മണി വരെ ഞാൻ നല്ല തട്ടും. മധുരങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഈ മാസം ഡെസേർട്ടും എല്ലാ സാധനവും ഞാൻ നന്നായിട്ട് വിനു ഫാസ്റ്റിംഗ് തുടങ്ങി, പിന്നെ ഫാസ്റ്റിംഗ് പോയിട്ട് റംസാൻ തുടങ്ങി, പിന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞതായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ 78 താഴെ. ഞാൻ പിന്നെ എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പെണ്ണുങ്ങൾ വെയിറ്റ് പറയത്തില്ല, വെയിറ്റ് പ്രായവും പറയത്തില്ല. പ്രായം പറയുന്നത് എനിക്ക് വലിയ വിഷയമായുള്ള കാര്യമാണ്. 30-35 വയസ്സ് കഴിഞ്ഞു. ഇപ്പം അത്രയും ആയിട്ടില്ല, അതൊരു തളലായി ആയിട്ടില്ല. 30-34 വയസ്സ് ആവും നീ മെയ് ആകുമ്പം. സോ വയസ്സ് എനിക്ക് നെവർ മൈൻഡ്. വെയിറ്റാണ് എൻ്റെ ഡള്ളാക്കി കളഞ്ഞത്. ഓക്കെയൊക്കെ ഞാൻ കൊട്ടയ്ക്ക് നിൽക്കും.
വിനുവിന് ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ടുള്ള കാര്യം എന്താ ഞാൻ ചോദിക്കുന്നത്? ഇപ്പോൾ എന്താ ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടോ? കറക്റ്റായിട്ട് പറയണം. എനിക്ക് ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഫിറ്റായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര സ്ലിം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും ഒരു 5 കിലോ കുറഞ്ഞ് ഞാൻ ഹാപ്പിയാണ്. ഇനി എന്നെ നോക്കുന്നു, അസ്ഥി കൂടത്തിനെ കാണണം. അങ്ങനെ തന്നെ നോക്കാം. എനിക്കൊന്നും അങ്ങനൊന്നുമില്ല. 4 വന്നിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് വിഭ്രാന്തി ആയിരിക്കും. പിന്നെ എപ്പോഴും പറയണം, നിൻ്റെ വീട്ടുകാർ പറ്റിച്ച് തന്നെ നിനക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനും കമ്മ ഇപ്പം ഗുളിക കഴിക്കാറില്ലല്ലോ. അത് നോക്കിയാൽ പോയി ഇല്ലേ? ഇനി ഞാൻ കുറച്ച് അല്ലാത്ത കാഴ്ചകൾ കാണിച്ചു തരാം. എൻ്റെയും മുഖം കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നു. നമുക്കല്ലാതെ മദീനമാളൊക്കെ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നതാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് റംദാൻ്റെ അല്ല, ഇവിടെ എപ്പോഴും ഇങ്ങനെ തോന്നുന്നു. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയാക്കി റംദാനായതുകൊണ്ട്. നോർമലി അവർ ലൈറ്റൊക്കെ എപ്പോഴും ഇടാറുണ്ട്, പക്ഷെ ഇത്രയും ഇത് ഫസ്റ്റ് ഭയങ്കര റംദാനൊക്കെ എടുത്തുള്ളൂ. ഞാനിവിടെ വരുന്നത് കുറവാണ്. ഞാനെപ്പോഴും നെസ്റ്റോ അല്ലെങ്കിൽ സഫാരിയൊക്കെയാണ്. സാധാരണ റംദാനാകുമ്പോൾ ഇവിടെ എല്ലാ ചെറിയ കടകളിലെല്ലാം ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വേറെ ഇപ്പം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ താഴെ തന്നെ ഒരു ഷോപ്പുണ്ട് മദീനയുടെ. ഇതെൻ്റെ ഈ കാണുന്നത്. അയ്യോ ഇത് അതുകൊണ്ട് ആ കാണുന്ന ഷോപ്പിലാണ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഡെസേർട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി വന്നത്. അവിടെ നിന്ന് എപ്പോഴും നമ്മൾ അവക്കാഡോ ഷേക്ക് കഴിക്കാറുണ്ട്, നല്ലതാണ്. അപ്പം നമുക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഞാനിവിടെ വരാത്തതിന് കാരണം ഒന്നും കൊണ്ടല്ല. ഇവിടെ കുറച്ച് വെജിറ്റബിൾസിനൊക്കെ വിലക്കുറവാണ്. പക്ഷെ അവിടെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫിഷും മീറ്റും ഒക്കെ. അപ്പോൾ ഫിഷിൻ്റെ ഭയങ്കര അതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാനില്ല ഒരു ഇതിനകത്ത് പുറത്തുനിന്ന് കാണുന്ന പോലെ അകത്ത് സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ്. സൈഡിലും ഫ്രണ്ട്സും എല്ലാം തിങ്ങി നിൽക്കുന്നു. ഫിഷിനും മറ്റെന്താ പറയുക, ഫിഷും മീറ്റും ഒരു സൈഡിലാണ്. പക്ഷെ ഫിഷും വെജിറ്റബിളും എല്ലാം കൂടി ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. അപ്പോൾ എനിക്ക് എന്തോ ഒരു വേറെ കുഴപ്പമൊന്നും. പിന്നെ വിലക്കുറവുണ്ട്. പിന്നെ ചില സമയത്ത് ബൈ 1 get 1 ചപ്പാത്തി കിട്ടും. സഫാരിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ ഏരിയ ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ലുലുവാണെങ്കിൽ വലിയ ഏരിയ, ഇവിടെ ഏരിയ കുറവുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇവരുടെ സ്നാക്സ് സെക്ഷൻ ഉണ്ട്, അത് കുറച്ച് വലുതാണ് കേട്ടോ. മീൻസ് വലുതെന്നല്ല, കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ ഐറ്റംസ് കിട്ടും. മദീന എഴുതി നിൽക്കുന്ന മലയാളികളുടെയാണ്. നമ്മുടെ അരൂരും ഉണ്ട്. അരൂരും മദീനയിൽ ഞാൻ പോകാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അറിയില്ല, ചില സമയത്തൊക്കെ ഭയങ്കര ഓഫ്. കുൽഫി വാങ്ങിച്ചു, കുൽഫി. എൻ്റെ പൊട്ടിച്ചു. ആ ഫോൺ പോക്കറ്റ് വെച്ചിട്ട് ഇത് ഞാൻ പൊടിക്കാം. ഇത് മതി. ജ്യൂസ് ക്യാൻസൽ ചെയ്തു. ഇത് മതി. ജ്യൂസ് റൂമിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു 3-4 ഷുഗർ ഫ്രീ ജ്യൂസ് ഉണ്ട്. അയ്യോ, അതിൻ്റെ കമ്പനി ഏതായിരുന്നു? ക്വാളിറ്റി. അതിൻ്റെ കമ്പനി നോക്കാം. മിൽക്ക് മെയ്ഡ് ആൻഡ് പിസ്ത. ആ ടേസ്റ്റാണ് ശരിക്കും. മിൽക്ക് മെയ്ഡ് എടുത്ത് തട്ടിട്ടുണ്ട്. ഞാൻ ചെറുതിലെ ഭയങ്കര ഫുഡിയായിരുന്നു ശരിക്കും. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ ഈ വെയിറ്റ് വെക്കുന്നതൊന്നും പ്രശ്നമല്ലല്ലോ ചെറുതിലെ. പിന്നാണ് എൻ്റെ കർത്താവ് എല്ലാവരും കളിയാക്കാനൊക്കെ തുടങ്ങി. അമ്മയും ചേച്ചിയും ഇവളാകുമ്പം വീട്ടിലെല്ലാം തിന്നുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കും. അമ്മയും ചേച്ചിയൊക്കെ ചെറുതാണ്. അവർക്ക് ഹൈറ്റും ഇല്ല. 5.1 5.2 അത്രയൊക്കെ ഉള്ളൂ. ചെറിയ മനുഷ്യരാണ്. അപ്പോൾ ഒരു മണ്ണവും ഇല്ല. അപ്പം ഞാൻ അജോന് ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും കളിയാക്കും. ഞാൻ ആ വീട്ടിലാന്ന് പറയത്തേ ഇല്ലായിരുന്നു. എന്നെ കാണാനും കൊടുത്തില്ലായിരുന്നു. അമ്മയും ചേച്ചി കാണാൻ നല്ല മിടുക്കരാണ്. ഞാൻ തടിച്ച് കറുത്തു കണക്കുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആ രൂപമാണ്. ഭയങ്കര വണ്ണമാണ്.
ഇപ്പം ഞാൻ എന്നെ പണ്ട് കണ്ടവർക്ക് സത്യം എന്നെ കണ്ട ഒരു ഷോക്കാവും. ഇപ്പോഴല്ല, നേരത്തെ മുതൽ മീൻസ് നാട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ്റെ മലയാളപ്പുഴയൊക്കെ ചെല്ലുമ്പോൾ ഒരു ഷുഗറായോ, നോർമലി അങ്ങനെയാണല്ലോ. എന്നിട്ട് ഉപ്പാപ്പനൊക്കെ പറഞ്ഞു നീ മണ്ണം കുറക്കില്ലേ കൊച്ചു വൃത്തികളാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കും ഒത്തിരി മെലിയുന്ന ഇഷ്ടമല്ല, കുറച്ച് വണ്ണം വേണം. ഒത്തിരി വണ്ണം വെക്കുകയും ഞാൻ മനസ്സിരുത്തി ഒന്ന് 3 നേരമായിട്ട് ഒരു ആഴ്ച കഴിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ അതിനെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇനിയിപ്പം ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഞാൻ നോയമ്പ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് വിനുവിൻ്റെ അഭിപ്രായം? ജിം സ്റ്റാർട്ട് ചെയ്താലോ? അല്ലെങ്കിൽ അവിടെ വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചു, കുൽഫി കഴിച്ചു. അത് കഴിഞ്ഞ് നടക്കും. 10 മിനിറ്റ് ഉണ്ട്, നമ്മൾ 10 മിനിറ്റ് കൂടുതൽ നടക്കും. നമുക്ക് ആ ഷോപ്പിൽ ഷോപ്പിലും ഒക്കെ കയറി ഒന്ന് കറങ്ങി ഇതിട്ട് ഇന്നതൊക്കെ ഒന്ന് ദഹിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോകും. അതുപോലെ നമ്മൾ പോകുന്ന സ്പൈസസിന്റെ സോപ്പ് അതാണ്. പണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തലയിൽ നമുക്ക് എന്നെ കളിയാക്കി മനുഷ്യനാണ്. പിടിച്ചോണ്ട് പോകാം. ഡോർ തുറന്നത് മോനാടി കയറാൻ. വെയിറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന റൈസ് ഇത് വാങ്ങിക്കാൻ കയറി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. 2-3 സാധനം വാങ്ങിച്ചുള്ളൂ. റൈസ് വാങ്ങിച്ചു, 1/2 kg വാങ്ങിച്ചുള്ളൂ. ഞാൻ കുറേ നാളുകൊണ്ട് തപ്പി നടക്കുമായിരുന്നു, ഇവിടെ കിട്ടി. പിന്നെ പംകിൻ സീഡ് വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം ഈ ചിയ സീഡ് വാങ്ങിച്ചായിരുന്നു, പംകിൻ വാങ്ങിക്കാൻ മറന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു ഇത്തിരി മറ്റേ നമ്മുടെ ചക്ക വറുത്തത്, അപ്പോൾ അതും വാങ്ങിച്ചു. പുളിയിഞ്ചി അത് മറന്നുപോയി. അങ്ങനെ പുളിയിഞ്ചി വാങ്ങിച്ചു, ചെറിയ ബോട്ടിൽ. അപ്പം അതവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുളിയിഞ്ചി കൊണ്ട് നോക്കിയപ്പോൾ അത് വെച്ചു. അപ്പോൾ അത്ര സാധനം വെച്ചിട്ട് ഇനി റൂമിലോട്ട്. ആക്ച്വലി അങ്ങനെ ഈ മാസത്തെ എല്ലാ പർച്ചേസും കഴിഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയും പോയി എല്ലാം വാങ്ങിച്ചു. പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ സാലറി എടുക്കാൻ പോയപ്പോഴും അത്യാവശ്യം 3-4 ഐറ്റം അതിനകത്ത് ചെന്നുകൊണ്ട് പറക്കി എടുത്തായിരുന്നു. പിന്നെ ഇവിടെ വന്നുകൊണ്ട് 2-3 ഐറ്റം ഇവിടുന്ന് പറക്കി എടുത്തു. അതാണ്, വെളിയിൽ ഇറങ്ങിയ പൈസ പോകുന്ന വഴി അറിയത്തില്ല. നടക്കും, റോഡ് വലിയ തിരക്കൊന്നുമില്ല. സമയം എത്ര? വാച്ചിൻ്റെ സൈഡ് 11:21. അപ്പം വണ്ടി ബാക്ക് എടുക്കുമായിരുന്നു, കണ്ടു കാണത്തില്ല അവർ. അപ്പം അങ്ങനെ നേരെ ഇനി നല്ലൊരു തണുത്ത കാറ്റുണ്ട് ഇന്ന്, അല്ലേ? നല്ലൊരു ഇനി ഇതുവഴി നേരെ ചെന്ന് കുറച്ച് പെട്ടെന്ന് ഈ നമ്മുടെ എന്താ പറയുക ബസ് സ്റ്റേഷൻ്റെ അതുവഴി പോകാം. അത് വേണ്ട, നമ്മൾ നേരെ ചെന്നിട്ട് റൈറ്റ് എടുക്കാം. ക്ലിനിക്കിൻ്റെ പെട്ടെന്ന് വന്നൊരു പമ്പായത്, പെട്ടെന്നില്ലേ, ഒരാഴ്ച കൊണ്ട് വന്ന പമ്പ. നന്നായി, ഇവിടെ അടുത്തില്ലായിരുന്നു. പിന്നെ ഇനി ഇങ്ങനെ അങ്ങനെ നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെത്തും. റോഡൊക്കെ കണ്ടോ, തിരക്കേയില്ല. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പം ആൾക്കാരൊക്കെ അങ്ങനെ ആവശ്യമില്ല, ഒന്നും വെളിയിൽ ഇറങ്ങത്തില്ല. നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു റോഡെല്ലാം. ഇന്ന് പിന്നെ മൺഡേയും കൂടെ അല്ലേ, അതായിരിക്കും. ഫ്രൈഡേ സാറ്റർഡേ എന്തൊക്കെ വന്നാലും നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സാലറി എടുക്കാൻ പോയെന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതൊരു സാറ്റർഡേ ആയിരുന്നു. സോ അപ്പം അങ്ങനെ ഒരു കൊപ്പിക്കോ മുട്ടായി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊപ്പിക്കോ. പിന്നെ ഇനി എന്തുവന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. കയ്യാലപ്പുറത്തേക്ക് തേങ്ങായുടെ ഞാനോട് വണ്ടി ബ്രേക്ക് പിടിക്കാം. മറ്റേ എന്താ പറയുക, കയ്യാലപ്പുറത്തേക്ക് തേങ്ങ പോലെ ഇരിക്കുക. കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. സലൂണിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഈ എല്ലാം എന്തുവാന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുക. നാട്ടിലോട്ട് തിരിച്ചു പോയാൽ കൊള്ളാവുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നല്ലോ. അപ്പോൾ അത്
ഇതാണ്ട് ഇന്ന് അങ്ങ് പോയാൽ എന്താണെന്നുള്ളതുണ്ട്. ഒന്നും അറിയത്തില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊന്നും നമ്മളിനി അറിയില്ല എങ്ങനെയാണെന്ന്. അവനും പിന്നെ വലിയ താല്പര്യം ഇല്ലാത്തപ്പം അപ്പോൾ ഒന്നും പ്ലാനിങ് ചെയ്ത പോലൊന്നും കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് ഇപ്പം പ്ലാനിങ് ഇല്ല. വരുന്നത് കാണാവുന്നതാണ്. ഇന്ന് ഭയങ്കര അങ്ങ് ഡിസ്റ്റർബ് ആയിരുന്നു ആക്ച്വലി. ഞാൻ എന്ത് ചെയ്യും കുഞ്ഞിനെ മിസ് ചെയ്യുന്നു. ഞാൻ വിനുവിനോട് ഇന്ന് 2-3 വട്ടം പറഞ്ഞു, വിനു ഞാൻ നാട്ടിൽ പോയാലെന്താ. 2-3 ഓപ്ഷനും വിനുവിന് ഞാൻ കൊടുത്തു. വിനു അതിനകത്ത് 3ാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അത് ആക്ച്വലി സന്തോഷമായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പം അത് നോക്കാം. അത് നോക്കാവുന്ന അയ്യോ നോക്കാം. ഇതുപോലെ വരട്ടെ. ടയേർഡായോ നടന്ന്? എനിക്ക് ടയേർഡൊന്നുമില്ല, 10 മിനിറ്റ് ആയിട്ട്. അപ്പം നമ്മൾ നടന്ന് അർദ്ധമല്ലികയുടെ അവിടെ എത്തി. അതിൻ്റെ തൊട്ട് ഫ്രണ്ട് വശം അർദ്ധമല്ലിക നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശം. ഫ്രണ്ട് വശത്താണ് നമ്മുടെ, ഫ്രണ്ട് എന്നല്ല പറയേണ്ട, സൈഡ് വശത്താണ് നമ്മുടെ റൂം. നമ്മുടെ റൂമോ അതെ സലൂണോ അതെ എല്ലാം. ഇവിടെ പിന്നെ കൂടുതൽ ഇങ്ങനെ എടുത്ത് പുറത്തെ കാഴ്ച കാണിക്കാനേ. ഒന്നാമത്തെ കാര്യം ഇവിടെ റൂൾസ്, ആൾക്കാരുടെ ഫേസ് കാണില്ല, അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നമ്മൾ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് അർദ്ധമല്ലികയൊക്കെ എത്തി. ഇപ്പം നമ്മളിനി നേരെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ ഇപ്പോൾ അവിടുത്തെ തൊട്ട് താഴെ തന്നെ, ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, അതായത് നമ്മുടെ പാർലറിൻ്റെ ബിൽഡിങ്ങിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 24 hours കുഴപ്പമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു രൂപയുടെയൊക്കെ ഡിഫറൻസ്. അത് വലിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മറ്റേതൊക്കെ മാളുകളും ഇത് ചെറിയ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ആ ഒരു ഇതെന്തായാലും കാണും. പക്ഷേ ഫ്രഷ് ചിക്കന് വില കുറവ് ഇവിടെ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ നല്ല കത്തിയാണ്. പക്ഷെ ഇവിടെ ഇന്നലെ ഫ്രഷ് ചിക്കൻ 1/2 kg ബ്രസ്റ്റ് പീസിന് 9 ദിർഹംസേ ഉള്ളായിരുന്നു. സത്യം ഞാൻ കയറി നോക്കി. 1/2 അല്ല 90, 1/2 അല്ലല്ലോ, നമ്മൾ അവിടെ നിന്ന് എടുക്കത്തില്ലേ. ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ 11 ദിർഹംസ് ആകുന്നേ. നോ, ആ സെയിം തന്നെ. എന്നാൽ 1/2 ഫ്രണ്ട് ഇതൊന്നും ഞാൻ നോക്കിയില്ല, 1 ഒന്നും നോക്കി. സെയിം ആ പാക്കറ്റ് ആയിരുന്നു, ഞാൻ കണ്ടതാ. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ വാങ്ങിക്കാൻ ചെന്നു, ആ ക്യാബേജ് വാങ്ങിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ വേണമെന്ന് അവർ ചോദിച്ചു. അപ്പോൾ റേറ്റ് അത്രയും 9 ദിർഹംസേ ഉള്ളൂ. കാരണം വെച്ചാൽ അതിന് തലേദിവസമാണ് ഞങ്ങൾ സഫാരി പോയിട്ട് 11 ദിർഹംസായി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 9 ഉള്ളൂ. ഞാൻ എത്തി നോക്കട്ടെ വിലയൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ഉള്ളിൽ കയറി നോക്കിയല്ലോ. സലൂണിലായിരുന്നു മറ്റേ മൊബൈലിൻ്റെ ചാർജർ. അപ്പോൾ അത് എടുത്തു. ഈ എന്ത് സലൂണിൻ്റെ അപ്പോൾ അതെടുത്തു. ആ റൂമിലോട്ട് വന്നു. അയ്യോ ഇരുട്ട. ഇതാണ് ശരിക്കുമുള്ള കളർ. യെസ്, നമ്മുടെ ബിൽഡിംഗ് എത്തി. നമ്മുടെ ബിൽഡിങ്ങിലോട്ട് വലത്തുകാരൊന്നുമല്ല വെച്ച് കയറിയാണോ. ഡോറൊക്കെ തുറന്ന് തരണം, നോക്കണ്ട. ഒരുപാട് ലക്ഷ്യം. അപ്പോൾ ഇനി ഒന്നിച്ചിരുന്ന് കുളിക്കുന്നു, കിടക്കും. നാളെ സലൂണില്ല. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് എണീക്കാൻ പറ്റും. രാവിലെ എണീച്ചൊന്നും കഴിക്കാനൊന്നുമില്ല. അതുകൊണ്ട് കിടന്ന് ഉറങ്ങും. 2 മണിയാകുമ്പോൾ എണീക്കും. ഓക്കെ, അപ്പം ബൈ. ഒരു ബൈ കൊടുത്തേരാ. തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. തൊണ്ടയിൽ കിച്ച് കിച്ച്. ഓക്കെ ബൈ. ബൈ.